ടോപ്പ് ട്യൂഷൻ്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ക്ലാസ്സിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. പാരൻസും ഈ ഒരു വീഡിയോ കാണണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം പണ്ടത്തെ സോഷ്യൽ വാല്യൂസും ഇപ്പോഴത്തെ സോഷ്യൽ വാല്യൂസും വളരെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പാരൻസിന് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ആദ്യം ആൻസർ ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ: ഐഡന്റിഫൈ ദ മേജർ റീസൺസ് ഫോർ ദ ഡിക്രീസ്ഡ് മെറ്റേണൽ ആൻഡ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ കേരള. കേരളത്തിൽ എന്തുകൊണ്ടാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും അതുപോലെ തന്നെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റും കുറഞ്ഞ് കാണപ്പെടുന്നത്? കേരളത്തിൽ മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ചിടത്തോളം ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റും അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും കുറവാണ്. ഇതിൻ്റെ കുറച്ച് റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന്, കേരളത്തിലെ വുമൻസിൻ്റെ ലിറ്ററസി റേറ്റ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്ക് ബെസ്റ്റ് മെറ്റേണൽ സെൻറ്ററും അതുപോലെ തന്നെ ചൈൽഡ് കെയർ സെൻറ്റേഴ്സും കാണപ്പെടും. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ബെറ്റർ ന്യൂട്രീഷൻസ് ആണ്. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് അവയർനെസ് കൂടുതലായിട്ട് ജനങ്ങൾക്ക് കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീസൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാമെന്നും നോക്കാം. ആൻസർ: ദ മേജർ റീസൺസ് for the decreased maternal and infant mortality rate in Kerala include high literacy rate of women, best maternal and child health care centers, high quality public health projects, low fertility rate, better nutrition, public health awareness. Question: why is good quality healthcare service considered as a right for women? What challenges faces by women in gaining respect and care worldwide? എന്തുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ സർവീസ് സ്ത്രീകളുടെ അവകാശമാണെന്ന് കരുതുന്നത്? അതുപോലെ തന്നെ കെയറും റെസ്പെക്റ്റും കിട്ടുന്നതിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ്റെ സേഫ്റ്റി പറയുന്നത് സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഫിസിക്കലും അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ സർവീസ് സ്ത്രീകളുടെ അവകാശമാണെന്ന് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത്, പെൺകുട്ടികൾക്ക് ഒരു 13-14 വയസ്സാകുമ്പോഴത്തേനും കല്യാണം കഴിപ്പിച്ചു വിടും. അവർക്ക് സ്കൂളിൽ പോകേണ്ട അവകാശം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ വീട്ടുജോലികളിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പേഴ്സണൽ ഡിസിഷൻ എടുക്കുന്നതിലും അതുപോലെ സോഷ്യൽ ലൈഫിലും അവർക്ക് റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാം നോക്കാം. ആൻസർ: the physical and social well-being of girls ensures the safety of future generations. So, women have a right to good quality health care. Major challenges includes girls are often forced to quit school and focus on marriage and household duties. They are expected to do chores while boys go to school. Women face restrictions in work, social life and personal decisions. Question: distinguish between sex and gender. സെക്സും ജെൻഡറും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്സ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഫാക്ടറാണ്. ജനിക്കുന്ന സമയത്ത് ആ ഒരു കുട്ടിയിലുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ഹോർമോൺസ്, ക്രോമസോംസ് ഇവയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കുട്ടി മെയിലാണോ ഫീമെയിലാണോ എന്ന് നമ്മൾ ബയോളജിക്കലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതേസമയം ജെൻഡർ പറയുന്നത് കൾച്ചറലി ഡിഫൈൻഡ് ആണ്. അതായത് നമ്മുടെ ഈ സെക്സിൻ്റെ ബേസ് ചെയ്തിട്ട് അവർക്ക് കുറച്ച് റോൾസ് അല്ലെങ്കിൽ
ബിഹേവിയേഴ്സ് നമ്മൾ ഇമ്പോസ് ചെയ്യും അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കും. അതിനെയാണ് നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: സെക്സ് ഈസ് ബയോളജിക്കൽ. It refers to the biological differentiation of male and female based on chromosomes, hormones, and physical characteristics. Gender is culturally defined. It refers to societal norms, roles, and behaviors imposed on individuals based on their sex, often unrelated to their personal skills. Key difference: while sex is biological, gender is socially constructed and shaped by cultural prescriptions. Impact: gender norms can lead to discrimination, violating human rights. Question: what is gender justice? What are the main ideas of gender justice? Gender justice എന്നാൽ എന്ത്? Gender justiceൽ വരുന്ന മെയിൻ ഐഡിയാസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാ ജെൻഡേഴ്സിനും, അതായത് മെയില്, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും അതുപോലെ ഈക്വൽ റൈറ്റ്സ് എൻഷുർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കുറച്ച് മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത്, ഒന്ന് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അതുപോലെ ഈക്വൽ പേ, ഈക്വൽ ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി, പിന്നെ അതുപോലെ ഈക്വൽ എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഇതൊക്കെയാണ്. ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ജെൻഡർ ജസ്റ്റിസ് മീൻസ് എൻഷുറിംഗ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ ജെൻഡേഴ്സ്. ദ ഐഡിയാസ് ഫോർ ജെൻഡർ ജസ്റ്റിസ് ആർ equal opportunities in leadership and decision making, freedom and security to travel anytime and anywhere, equal education rights for boys and girls, equal pay for equal work, sharing family and household responsibilities between men and women. Question: what is intersex? How does it differ from normal sex? ഇന്റർസെക്സ് എന്നാൽ എന്ത്? അതെങ്ങനെയാണ് നോർമൽ സെക്സിൽ നിന്നും ഡിഫർ ആവുന്നത്, വ്യത്യാസപ്പെടുന്നത്? അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ ക്രോമസോംസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ കുട്ടി മെയിലാണോ ഫീമെയിലാണോ നമ്മൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷേ ചില കുട്ടികളിൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് അല്ലെങ്കിൽ ക്രോമസോം പറയുന്നത് ഫുള്ളി മെയിലായിരിക്കില്ല, അതുപോലെ തന്നെ ഫുള്ളി ഫീമെയിലും ആയിരിക്കില്ല. ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഇന്റർസെക്സ് എന്ന് പറയുന്നത്. ഒരു 40ഓളം ടൈപ്പ് ഇന്റർസെക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ആൻ ഇൻഡിവിജ്വൽസ് സെക്സ് ഈസ് യൂഷ്വലി ഐഡൻറ്റിഫൈഡ് അറ്റ് ബർത്ത് based on chromosomes, hormones, and many external and internal physical characteristics. Intersex individuals are born with reproductive organs or chromosomes that do not match strictly with typical male or female categories. There are about 40 identified types of intersex conditions. For intersex people, the reproductive organs are not fully male or female. The chromosomes are not fully male or female or a mix of both. Question: what is transgender? Transgender എന്നാൽ എന്ത്? ഒരു കുട്ടി ജനിക്കുമ്പോൾ അവരുടെ ബയോളജിക്കൽ സെക്സ് നമ്മൾ അപ്പം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷേ പിന്നീട് ഈ ബയോളജിക്കൽ സെക്സും ജെൻഡർ ഐഡൻറ്റിറ്റിയുമായിട്ട് അലൈൻ ചെയ്യില്ല. അതായത് ഇപ്പോൾ ജനിക്കുമ്പോൾ മെയിലാണെങ്കിൽ പക്ഷെ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി പറയുന്നത് ഒരു ഫീമെയിലിനെ പോലെയായിരിക്കും. നേരെ ഓപ്പോസിറ്റും ആവാം, ജനിക്കുമ്പോൾ ഫീമെയിലാണ് പക്ഷെ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി മെയിൽ പോലെയായിരിക്കും. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: transgender refers to individuals whose gender identity does not align with their biological sex assigned at birth. Transgenders choose to live according to the gender identity
they deeply identify with. Question: why is adolescent education important for children? What are the major changes occurring during this period? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അഡോളസെന്റ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ഈ ഒരു പീരീഡിൽ അവർക്കുണ്ടാവുന്ന മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അഡോളസെന്റ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ആങ്സൈറ്റി അതുപോലെ ക്യൂരിയോസിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ച്, ഇമോഷണൽ ചേഞ്ചസിനെ കുറിച്ചിട്ട് പഠിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നോ എന്ന് പറയാനുള്ള കോൺഫിഡൻസും അവർക്ക് ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പീരീഡിൽ അവർക്കുണ്ടാവുന്ന മേജർ ചേഞ്ചസ് പറയുന്നത് ഒന്ന് ഫിസിക്കൽ ചേഞ്ച് ആണ്, പിന്നെ ഇമോഷണൽ ചേഞ്ച്, പിന്നെ വരുന്നത് സോഷ്യൽ ചേഞ്ചസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: അഡോളസെന്റ് എഡ്യൂക്കേഷൻ helps children understand their physical and emotional changes, reducing curiosity and anxiety. It teaches them to identify inappropriate behaviors and develop the confidence to say no to what is wrong. The major changes occur during this period include physical changes, growth, hormonal changes, and sexual development. Emotional changes, mood swings, seeking independence, and developing identity. Social changes, building relationships, improving social skills, and finding their place. Question: when does puberty begin and what major changes occur in males during this time? എപ്പോഴാണ് puberty സ്റ്റാർട്ട് ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ മെയിൽസിന് വരുന്ന മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്യൂബർട്ടി ബോയ്സിൽ സ്റ്റാർട്ട് ആവുന്നത് സീമൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ആവുമ്പോഴാണ്. അതുപോലെ തന്നെ ഗേൾസിന് പ്യൂബർട്ടി സ്റ്റാർട്ട് ആവുന്നത് മെൻസ്ട്രേഷൻ ആവുമ്പോഴാണ്. ഓരോ പേഴ്സണിനും പ്യൂബർട്ടി വരുന്നത് ഡിഫറെൻറ്റ് പേസസിലും അതുപോലെ സ്പീഡിലും ആയിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ബോയ്സ് അല്ലെങ്കിൽ മെയിൽസിൻ്റെ സീമൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അവരുടെ പെന്നീസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടുതലാവുകയും ചെയ്യും. അപ്പോൾ അവിടെ പെന്നീസ് ഇറക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: പ്യൂബർട്ടി ഈസ് അറ്റൈൻഡ് വെൻ സീമൻ പ്രൊഡക്ഷൻ ബിഗിൻസ് ഇൻ ബോയ്സ് ആൻഡ് മെൻസ്ട്രേഷൻ ഇൻ ഗേൾസ്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ദ ബോഡി അണ്ടർഗോസ് certain unique changes. The growth and development of male reproductive organs accelerate. Semen production begins. Erection of penis occurs as the blood flow to it increases. Such natural physical changes are signs of growth. Each person attains puberty at a different pace and speed. Question: what major changes occur in uterus during the menstrual cycle? മെൻസ്ട്രൽ സൈക്കിളിൽ യൂട്രസിന് സംഭവിക്കുന്ന മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു മെൻസ്ട്രേഷൻ സൈക്കിൾ നടക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 1 മുതൽ 4 ദിവസങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടാകും. അതായത് യൂട്രസ് ലൈനിങ് ഷെഡ് ചെയ്തിട്ട് അവിടെ മെൻസ്ട്രേഷൻ സംഭവിക്കുന്നു. പിന്നെ 5 മുതൽ 14 ദിവസങ്ങളിൽ ഫോളിലാർ ഫേസ് എന്ന് പറയാം. ആ സമയത്ത് ഈ യൂട്രസ് ലൈനിങ് ഷെഡ് ചെയ്തത് വീണ്ടും റീജനറേറ്റ് ചെയ്യും. പിന്നെ 14ൻ്റെ അന്ന് ഓവുലേഷൻ ഫേസ് എന്നാണ് പറയുക. ആ സമയത്ത് എഗ്ഗ് റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ 15 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ലൂറ്റിയൽ ഫേസ് എന്നാണ് പറയുക. അതായത് ആ യൂട്രസ് ലൈനിങ് ഒന്നും കൂടി തിക്കാവും. അവിടെ പ്രഗ്നൻസി ഒന്നും നടന്നില്ലെങ്കിൽ വീണ്ടും പഴയ പോലെ തന്നെ ആ യൂട്രസ് ലൈനിങ് ഷെഡ് ചെയ്തിട്ട് നെക്സ്റ്റ് പീരീഡ് സംഭവിക്കുന്നവരും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: മേജർ ചേഞ്ചസ് ഇൻ ദ യൂട്രസ് ഡ്യൂറിംഗ് ദ മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ ഫേസ് days 1 to 5. The uterine lining endometrium sheds,
causing menstrual bleeding. Follicular phase, days 6 to 14. The uterine lining begins to regenerate and thicken in preparation for a potential pregnancy. Ovulation, around day 14. An egg is released and the uterine lining thickens further to support potential implantation. Luteal phase, days 15 to 28. The uterine lining stays thick for implantation but breaks down if fertilization doesn't occur, leading to the next period. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസുകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾക്കത് പ്രചോദനമാകും. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് മെൻസ്ട്രൽ ഹൈജീൻ? വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? മെൻസ്ട്രൽ ഹൈജീൻ എന്നാൽ എന്ത്? എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയി കരുതുന്നത്? മെൻസ്ട്രേഷൻ ടൈമിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ക്ലെൻലിനെസ്സും അതുപോലെ പ്രോപ്പർ കെയറിനെയാണ് മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രേഷൻ പീരീഡിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇറിറ്റേഷനും ഡിസ്കംഫർട്ടൊക്കെ അത് ഇല്ലാതെയാക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഗ്നിറ്റിയും ഹെൽത്തൊക്കെ എൻഷുർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി വിശദീകരിച്ച് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: menstrual hygiene refers to maintaining cleanliness and proper care during menstruation to ensure health and comfort. Menstrual hygiene is important because of the following. Good hygiene reduces the risk of infections. Proper practices help manage odor, discomfort, and irritation. Ensures health and dignity. Encourages confidence, reduces stigma, and supports overall well-being. Question: briefly describe fertilization. ഫെർട്ടിലൈസേഷനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നൽകാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെയിലിൽ നിന്നുള്ള സ്പേംസും അതുപോലെ തന്നെ ഫീമെയിലിൽ നിന്നുള്ള എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് സമയത്ത് 400 മില്യൺ സ്പേംസ് ആണ് വെജീനയിലോട്ട് പാസ് ചെയ്യുന്നത്. അവിടെ നിന്നും അത് ഫാലോപ്പിയൻ ട്യൂബിൽ മൂവും. അതിൽ ഒരു 100 സ്പേംസ് ആയിരിക്കും ഫാലോപ്പിയൻ ട്യൂബിൽ എത്തുന്നത്. ബാക്കിയെല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാം നോക്കാം. ആൻസർ: ഫെർട്ടിലൈസേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് എ സ്പേം ഫ്രം എ മെയിൽ fuses with an egg from a female. During sexual intercourse, the semen deposited into the vagina contains about 400 million sperm. The sperm travel through the cervix to the uterus and then to the fallopian tubes. They move at a speed of about 1.5 millimeters per minute, but only around 100 sperm reach the oviducts, that is fallopian tubes, and the rest get disintegrated. Question: briefly explain the process of zygote formation. Zygote formation ന്റെ പ്രോസസ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ സമയത്ത് സ്പേമും എഗ്ഗും ആയിട്ട് ഫ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്പേമിൻ്റെ ന്യൂക്ലിയൈ വന്നിട്ടാണ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ആവുന്നത്. എന്നിട്ട് അവിടെ ഒരു സിംഗിൾ ന്യൂക്ലിയസ് ആണ് ഫോം ആവുന്നത്. ഈ കിട്ടുന്ന റിസൾട്ടിങ് സെല്ലിനെയാണ് നമ്മൾ സൈഗോട്ട് എന്ന് പറയുന്നത്. സൈഗോട്ടിനകത്ത് ഒരു ഹ്യൂമണിന് വേണ്ട 40 ക്രോമസോമും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: എ സ്പേം ഫ്യൂസസ് വിത്ത് എൻ എഗ് ഇൻ ദ ഓവിഡക്ട്സ്. The nuclei of the sperm and egg combine, forming a single nucleus. The resulting cell is called a zygote. Zygote is diploid that contains 46 chromosomes in humans. The zygote undergoes cell division and begins its journey to the uterus for implantation. Question: only one of the sperms that reaches the ovum fuses with it. Why? ഓവത്തിലെത്തുന്ന ഒരു സ്പേം മാത്രമാണ് ഓവമായിട്ട് ഫ്യൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓവത്തിൽ ഒരു സ്പേം മാത്രമാണ് ഫ്യൂസ് ആവുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു
സ്പേം ഓവത്തിൽ വന്ന് ഫ്യൂസ് ആവുന്ന സമയത്ത് എഗ് മെംബ്രെയിൻ വന്നിട്ട് മറ്റുള്ള സ്പേമിനെ ബ്ലോക്ക് ചെയ്ത് വെക്കും. അതായത് ഈ എഗ്ഗ് വന്നിട്ട് ഒരു എൻസൈം ആ ടൈമിൽ റിലീസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ടർ ലെയറിനെ ഹാർഡാക്കി വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ കറക്റ്റ് ക്രോമസോം നമ്പർ കിട്ടുവാൻ വേണ്ടിയിട്ട് ഒറ്റ സ്പേം മതി, കൂടുതൽ സ്പേമിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് ബാക്കിയുള്ള സ്പേമുകളിനെയൊക്കെ ഇതിൽ എൻ്റർ ചെയ്യാതെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: once a sperm fuses with the ovum, the egg's membrane changes to block other sperm. The egg releases enzymes that harden the outer layer, preventing polyspermy. Only one sperm is needed to ensure the correct chromosome number, 46 in humans, and support normal embryonic development. Explain the development of embryo. എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഒന്നാണ്. ഇപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം ഒരു സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ട് പിന്നീട് ഫർദർ സെൽസ് ആയിട്ട് ക്ലസ്റ്റർ ഓഫ് സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിന് നമ്മൾ മോറുല എന്ന് പറയും. ഈ മോറുലയാണ് പിന്നീട് ഫ്ലൂയിഡ് ഫിൽഡ് സ്ട്രക്ചറായ ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആവുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് പിന്നീട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ എംബ്രിയോ ഫീറ്റസ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ സൈഗോട്ട് ഡിവൈഡ്സ് ടു ഫോം എ ക്ലസ്റ്റർ ഓഫ് സെൽസ് കോൾഡ് ദ മോറുല, 16 to 32 cells within 3 to 4 days. By 5 to 6 days, the morula develops into a fluid-filled structure called the blastocyst. The blastocyst attached to the uterine lining, that is endometrium, in a process called implantation, marking the start of pregnancy. The blastocyst becomes an embryo which grows and forms a fetus through cell growth and specialization. Question: how does the fetus get nutrients? How is the waste removed from its body? എങ്ങനെയാണ് ഫീറ്റസിന് ന്യൂട്രിയൻസ് കിട്ടുന്നത്? അതുപോലെ തന്നെ എങ്ങനെയാണ് ഫീറ്റസിൽ നിന്നും വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത്? അപ്പോൾ ഫീറ്റസിന് ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ ലഭിക്കുന്നത് മദേഴ്സിൻ്റെ ബ്ലഡിലൂടെയാണ്. അത് ഫീറ്റസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്ലാസൻ്റയാണ്. അതുപോലെ തന്നെ ഫീറ്റസിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് ഫീറ്റസിൻ്റെ ബ്ലഡിൽ നിന്നും മദേഴ്സ് ബ്ലഡിലോട്ടാണ്. അതും ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്ലാസൻ്റ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the placenta transfers nutrients and oxygen from the mother's blood to the fetus through the umbilical cord. Waste products are removed by transferring from the fetus blood to the mother's blood through the placenta. Question: what is amniotic fluid? What are the functions of amniotic fluid? Amniotic fluid എന്നാൽ എന്ത്? amniotic fluidന്റെ functions എന്ത്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ എംബ്രോളിക്കൽ സെല്ല് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെമ്പറൈനാണ് അമിനിയോൺ എന്ന് പറയുന്നത്. ഈ അമിനിയോണിനുള്ളിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഫ്ലൂയിഡാണ് അമിനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ എംബ്രിയോന് പ്രൊട്ടക്ഷൻ ഇത് നൽകും. അതുപോലെ തന്നെ എംബ്രിയോ ഫ്രീ ആയിട്ട് അതിനകത്ത് മൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫിസിക്കൽ ഷോക്ക് അല്ലെങ്കിൽ ഇഞ്ചുറീസിൽ നിന്നൊക്കെ ഈ ഒരു ഫ്ലൂയിഡ് എംബ്രിയോനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the amnion is a membrane formed from embryonic cells during the early stages of development. Amniotic fluid is a protective fluid inside the amnion. The functions of amniotic fluid includes cushions the embryo, it protects the embryo from physical shocks and injuries, supports development, provides a stable environment for growth and prevents dehydration, facilitates movement, allows the embryo to move freely, aiding muscle and bones development.
Question: What is placenta? How is it formed? What are the major functions of placenta? Placenta എന്നാൽ എന്താണ്? അതെങ്ങനെയാണ് ഫോം ചെയ്തത്? അതിൻ്റെ മേജർ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാസൻ്റ പറയുന്നത് ഒരു ടെമ്പററി സ്ട്രക്ചറാണ്. അത് ഫോം ചെയ്തത് ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രിൻ വാള് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ്. അതായത് ഇംപ്ലാന്റേഷന് ശേഷമാണ് ഈ ഒരു ടെമ്പററി സ്ട്രക്ചർ ഫോം ആവുന്നത്. ഇതിൻ്റെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാസൻ്റ വഴിയാണ് ഫീറ്റസിലോട്ട് ന്യൂട്രിയൻസും ഓക്സിജനും മദേഴ്സ് ബ്ലഡിൽ നിന്നും ട്രാൻസ്ഫർ ആവുന്നത്. അതുപോലെ തന്നെ ഫീറ്റസ് ബ്ലഡിലുള്ള വേസ്റ്റ് മദേഴ്സ് ബ്ലഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും പ്ലാസൻ്റ വഴിയാണ്. അതുപോലെ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാസൻ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Placenta is a temporary structure formed after the blastocyst attached to the uterine wall. Formation: the placenta forms from the outer layer of the blastocyst and maternal uterine tissue after implantation. Functions: nutrient and gas exchange. Umbilical cord is formed from the placenta and it facilitates the transfer of oxygen, nutrients and waste between the mother and fetus. Placenta produces hormones like HCG, progesterone and estrogen to maintain pregnancy. Question: What is gestation period? Gestation period എന്നാൽ എന്ത്? ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയത് മുതൽ, അതായത് കൺസെപ്ഷൻ മുതൽ ഒരു കുട്ടി ജനിക്കുന്നത് വരെയുള്ള ആ ഒരു ഡ്യൂറേഷനെയാണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഹ്യൂമൻസിൽ വന്നിട്ട് ജസ്റ്റേഷൻ പീരീഡ് പറയുന്നത് 270 മുതൽ 280 ഡേയ്സ് വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The duration from conception till the birth of the baby is called gestation period. In humans, gestation period ranges from 270 to 280 days. Question: Does the fetus urinate and defecate? Fetus urinate ചെയ്യോ അല്ലെങ്കിൽ defecate ചെയ്യോ? ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫീറ്റസ് വന്നിട്ട് തീർച്ചയായിട്ടും യൂറിനേറ്റ് ചെയ്യും. അത് സെക്കൻഡ് ട്രിമിസ്റ്റർ മുതലാണ് യൂറിനേറ്റ് ചെയ്യുക. ഇത് യൂറിനേറ്റ് ചെയ്യുന്നത് അമിനോയിഡ് ഫ്ലൂയിഡിനകത്താണ്. പക്ഷേ ഈ ഒരു ഫീറ്റസ് ഡെഫിക്കേറ്റ് ചെയ്യില്ല. കാരണം ഫീറ്റസ് ഒന്നും കഴിക്കുന്നില്ല. അതിന് ന്യൂട്രിയൻസ് കിട്ടുന്നത് പ്ലാസൻ്റ വഴിയാണ്. അതുപോലെ അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതും പ്ലാസൻ്റ വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: യെസ്, the fetus produces urine starting around second trimester and urinates into the amniotic fluid as a part of normal development. No, the fetus does not defecate because it doesn't eat. Nutrients come from the placenta. Waste products are removed through the placenta, not the digestive system. Meconium, that is waste, builds up in the intestine and is passed after birth. Question: What is HCG? How does it help in confirming pregnancy? HCG എന്നാൽ എന്ത്? അതെങ്ങനെയാണ് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. HCGൻ്റെ ഫുൾ ഫോം പറയുന്നത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപിൻ ആണ്. ഇത് വന്നിട്ട് ഒരു ഹോർമോൺ ആണ്. പ്ലാസൻ്റൽ സെല്ല് വന്നിട്ട് ഏർലി പ്രഗ്നൻസിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോൺ ആണ്. അപ്പോൾ ഏർലി പ്രഗ്നൻസിയിൽ ഈ ഒരു ഹോർമോണിൻ്റെ അളവ് കൂടും. അപ്പോൾ നമ്മുടെ യൂറിൻ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ HCGൻ്റെ പ്രസൻസ് നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെ നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപിൻ, ദാറ്റ് ഈസ് HCG, is a hormone produced by the placental cells during early pregnancy. HCG hormone maintains the inner lining of the uterus and stimulates the production of the hormones progesterone. HCG level rise rapidly in the body during the first weeks of pregnancy. The presence of HCG in urine or blood can confirm
pregnancy using a pregnancy testing kit. Question: what are the major changes that occur in the mother's body during pregnancy? Pregnancy ടൈമിൽ മദറിന്റെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? പ്രഗ്നൻസി ടൈമിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോൺസ് ആണ് ഒരു വുമന്റെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഒരു വുമൺ വന്നിട്ട് അവരുടെ വെയിറ്റ് കൂടും, അതുപോലെ തന്നെ യൂട്രസിന്റെ ലൈനിങ്ങിന്റെ തിക്നെസ് കൂടും, മെൻസ്ട്രേഷൻ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ആവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: hormones during pregnancy cause changes in the mother's body to support the healthy development of the fetus. The major changes includes gains body weight, the thickness of the inner lining of the uterus increases, menstruation stops temporarily, mood swings, emotional instability and anxiety. Question: what are the common challenges experienced by pregnant women during pregnancy? What are the essential aspects to focus on for effective antenatal care? പ്രഗ്നൻസി ടൈമിൽ ഒരു പ്രഗ്നന്റ് വുമൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന കോമൺ ചാലഞ്ചസ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ആന്റിനാറ്റൽ കെയറിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രഗ്നൻസി ടൈമിൽ ഒരു പ്രഗ്നന്റ് വുമണ് മൂഡ് സ്വിങ്സ് ഫേസ് ചെയ്യും. അതുകൂടാതെ തന്നെ നൗഷ്യ, വോമിറ്റിംഗ്, ഹൈ ബ്ലഡ് പ്രഷർ, ഡിപ്രഷൻ ഇവയൊക്കെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു എഫക്റ്റീവ് ആന്റിനാറ്റൽ കെയറിന് വേണ്ടിയിട്ട് ഒരു പ്രഗ്നന്റ് വുമൺ ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ വന്നിട്ട്, ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യാം, പിന്നെ ആവശ്യമുള്ള റെസ്റ്റ് എടുക്കുക, റെഗുലർ എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ റെഗുലർ ചെക്കപ്പും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന് ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: along with mood swings, emotional instability and anxiety, a pregnant woman may also experience symptoms like nausea, vomiting, fatigue, gestational diabetes, high blood pressure and depression. Effective antenatal care involves family members and health workers ensuring that the pregnant woman takes healthy balanced diet, get enough rest, attends a regular antenatal checkup, engages in regular and appropriate exercise. Question: what is medical termination of pregnancy, that is MTP? What factors should be considered before performing MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാൽ എന്ത്? അത് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. MTP എന്ന് പറയുന്നത് ലീഗലായിട്ട് അബോർഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒരു പ്രൊഫഷണൽ ഗൈഡൻസിൻ്റെ അണ്ടറിലാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെർഫോം ചെയ്യുന്ന മുമ്പ് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് പറയുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വുമണിൻ്റെ ഹെൽത്ത്, അതുപോലെ അവരുടെ ഏജ്, അതുപോലെ പ്രഗ്നൻസിയിലുള്ള കോംപ്ലക്സിറ്റീസ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP refers to the legal process of abortion. It involves medically ending a pregnancy under professional guidance. MTP can be performed using drugs or surgical techniques. Factors considered include the woman's health, pregnancy complexities, and age. It must follow safe and legally approved procedures. Question: write a note on nutritional requirements of a pregnant woman's diet, including specific food items. ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വുമൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. അതിൽ സ്പെസിഫിക് ഫുഡ് ഐറ്റംസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമൻ്റെ ഡയറ്റിൽ വേണ്ട മെയിനായിട്ട് ന്യൂട്രീഷൻസ് പറയുന്നത്
ഫോളിക് ആസിഡ് വേണം, അയൺ വേണം, കാൽഷ്യം വേണം, വിറ്റാമിൻ ഡി വേണം, പിന്നെ കാൽഷ്യം റിച്ച് ഫുഡ്, അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എക്സാമ്പിൾ സഹിതം എങ്ങനെ വിശദീകരിച്ച് എഴുതാം നോക്കാം. ആൻസർ: അയൺ, ഫോളിക് ആസിഡ്, calcium and vitamin D are essential for a pregnant woman. Fiber-rich foods helps digestion and prevents constipation. Protein-rich food for the development of the fetus. Carbohydrates and fats provides energy need of mother. Pregnant woman diet should include vegetables, fruits, leafy vegetables, grains, fish, meat, eggs, milk products and water. Nutritional quality is more important than its quantity. Avoid food with excessive salt, sugar and fat. ഇതുപോലുള്ള വീഡിയോസ് ടോപ്പ് ട്യൂഷൻ ചാനൽ റെഗുലറായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകൾ ഉടൻ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: ഡിസ്ക്രൈബ് ദ എഫക്ട്സ് ഓഫ് ബാഡ് ഹാബിറ്റ്സ് ഓൺ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ബാഡ് ഹാബിറ്റ്സിൻ്റെ എഫക്ട്സിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ബാഡ് ഹാബിറ്റ്സ് പറയുന്നത് സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഡ്രഗ്സിൻ്റെ യൂസ് ഒക്കെയാണ്. അപ്പോൾ ഇത് വന്നിട്ട് മറ്റേ ഹോർമോണൽ ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ഇറഗുലർ മെൻസ്ട്രേഷൻ, ഓവുലേഷൻ ഡിസോർഡേഴ്സിനൊക്കെ കാരണമാകും. മെൻസിന് എടുക്കുകയാണെങ്കിൽ അവരുടെ സ്പേമിൻ്റെ എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യാൻ ഇത് കാരണമാകും. അതുപോലെ വുമൻസിൽ മിസ്കാരേജ്, അതുപോലെ തന്നെ എക്കോപ്റ്റിക് പ്രഗ്നൻസി, ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഒക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: സ്മോക്കിംഗ്, ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് യൂസ് ക്യാൻ കോസ് ഹോർമോണൽ ഇംബാലൻസസ്, ഇറഗുലർ മെൻസ്ട്രേഷൻ ആൻഡ് ഓവുലേഷൻ ഡിസോർഡേഴ്സ് ഇൻ വുമൺ. ഇൻ men, these habits reduce sperm efficiency and motility. During pregnancy, substance abuse can lead to developmental disorders in the fetus, ectopic pregnancy, and miscarriage. Avoid these bad habits to maintain overall health, reproductive health, and prevent social and economic issues. Question: what are the important checkups performed in each of the following as a part of antenatal care? First one, physical examination. Second one, blood urine test. Third one, ultrasound scans. Fourth one, vaccination. അപ്പോൾ തന്നിരിക്കുന്ന ഓരോ ടെസ്റ്റിനകത്തും അല്ലെങ്കിൽ ഓരോ ആൻറ്റിനാറ്റൽ കെയറിനകത്തും പെർഫോം ചെയ്യുന്ന ചെക്കപ്പ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ഫിസിക്കൽ എക്സാമിനേഷൻ എടുക്കാം. ഇപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ ആദ്യം ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും, അതുപോലെ ഹൈറ്റ്, വെയിറ്റ് ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ആണ്. ഇതിനകത്ത് ബ്ലഡിൻ്റെ ഗ്രൂപ്പ്, ഹീമോഗ്ലോബിൻ, തൈറോയിഡ് ലെവല്, ഗ്ലൂക്കോസ് ഇതൊക്കെ ചെക്ക് ചെയ്യും. യൂറിനിൽ വന്നിട്ട് ആൽബുമിൻ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്ന അൾട്രാസൗണ്ട് സ്കാൻ ആണ്. അൾട്രാസൗണ്ട് സ്കാനിൽ പ്ലാസൻ്റൻ്റെ പൊസിഷൻ, ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നിവയൊക്കെയാണ് ചെക്ക് ചെയ്യുക. പിന്നെ വാക്സിനേഷൻ ആണ്. വാക്സിനേഷനിൽ മദറിനും അതുപോലെ ബേബിക്കും കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാക്സിനേഷനൊക്കെ ഉണ്ട്. അതാണ് വാക്സിനേഷനിൽ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഫിസിക്കൽ ചെക്കപ്പ്, മോണിറ്റർ ബ്ലഡ് പ്രഷർ, വെയിറ്റ് ആൻഡ് ഹൈറ്റ്. Weight gain of about 2 kg per month is expected after first 3 weeks. Blood and urine test. Check the blood group, hemoglobin, glucose, thyroid levels and infections. Example: UTI, HIV, anemia, gestational diabetes, malaria. Check urine albumin after 7 months to detect preeclampsia. Ultrasound. Examine placenta position, growth of the fetus, genetic abnormalities, and multiple embryos. Scan is usually done between 8 to 14 weeks. Vaccinations. Protect mother and baby with essential vaccines. Example: TT, rubella, etc. Question: how is the genetic abnormalities of the fetus is identified during the pregnancy? പ്രഗ്നൻസി സമയത്ത് ഫീറ്റസിൽ വല്ല ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഉണ്ടോയെന്ന് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാം?
അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രഗ്നൻസിൻ്റെ ടൈമിൽ ഫീറ്റസിൽ വല്ല ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഉണ്ടോയെന്ന് നമ്മൾ ബ്ലഡിലൂടെയും അതുപോലെ സ്കാനിങ്ങിലൂടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അഥവാ നമ്മൾ അബ്നോർമാലിറ്റീസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടെസ്റ്റാണ് ചെയ്യുന്നത്. അതിൽ ഒന്ന് വന്നിട്ട് കോറിയോണിക് വില്ലസ് സാമ്പിളിങ്ങും മറ്റേത് വന്നിട്ട് അമ്നിയോസെൻറ്റസിസും ആണ്. അപ്പോൾ ഇത് രണ്ടും എന്താണെന്നും അതങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: specific examinations including scanning and blood tests are performed between 11 to 13 weeks of pregnancy to detect genetic abnormalities in the fetus. These tests check for the possibility of Down syndrome. If a genetic disorder is suspected, following tests are conducted. Chorionic villus sampling. This test detects chromosomal abnormalities by taking tissue samples from the villi of placenta within 10 to 12 weeks of gestation. Amniocentesis, a test where fetal cells from the amniotic fluid are examined to detect genetic abnormalities and nervous disorders. Question: describe the pregnancy counseling support provided by the government. Government provide ചെയ്യുന്ന പ്രഗ്നൻസി കൗൺസിലിംഗ് സപ്പോർട്ടിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രഗ്നന്റ് വുമന്റെ ഫിസിക്കലും മെന്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആന്റിനാറ്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, അതുപോലെ ഫാമിലി പ്ലാനിങ്, ഡയറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസി കൗൺസിലിംഗ് സപ്പോർട്ടൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ നടത്തുന്ന ചില സർവീസ് പറയുന്നത്, അതായത് ആശാ വർക്കേഴ്സ്, ഇവരിലൂടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു സർവീസ് കിട്ടുന്നത്. അതുപോലെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ്, അംഗനവാടി സ്റ്റാഫ്സുകൾ, അവരുടെ ഒക്കെ മൂലമാണ് ഈ സർവീസസ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the government provides comprehensive antenatal health programs to support the physical and mental well-being of pregnant women. Pregnancy counseling includes advice on diet, a healthy home environment, family planning, and the importance of breastfeeding. Services from the following are available for antenatal care: the Service of Family Health Center field staff, Junior Public Health Nurse, that is JPHN, ASHA workers, MLSP, mid-level service provider, public health nurse and Angalwadi staff. Question: what is parturition? What are the different types of parturition? Parturition എന്നാൽ എന്ത്? പാർട്ടൂറേഷനിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്? ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ടൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് മാർക്ക് ചെയ്യുന്നത് പ്രഗ്നൻസിൻ്റെ എൻഡും അതുപോലെ പുതിയൊരു ലൈഫിൻ്റെ ബിഗിനിങ്ങും ആണ്. 2 ടൈപ്പ് ഓഫ് പാർട്ടൂറേഷനാണ് വരുന്നത്. ഒന്ന് നോർമൽ ഡെലിവറിയും രണ്ടാമത് സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാം നോക്കാം. ആൻസർ: parturition is a natural process that marks the end of pregnancy and the beginning of a new life outside the womb. 2 types of parturition. First one, normal delivery, involves expelling the fetus through the vagina. When the baby's head is positioned to face the vaginal opening, the uterus contracts and the cervix dilates to push the baby out. Second one, cesarean or C-section, is the surgical removal of the baby when normal delivery is not possible. This option is recommended when there is a risk to the health of the mother or baby. Question: what is the uterus? What are the unique features of the uterus? Uterus പറഞ്ഞാൽ എന്താണ്? യൂട്രസിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ യൂട്രസ് പറയുന്നത് ഒരു യുണീക്ക് ഓർഗൻ ആണ്. ഇതിനകത്താണ് ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ ഗ്രോ ചെയ്യുന്നതും. യൂട്രസിൽ 10 to 12 kg വെയിറ്റ് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ 500 to 1000 ടൈംസ് യൂട്രസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതൊന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Uterus is the unique organ where the growth and development of the fetus takes place. Uterus is strong enough to hold an additional weight of 10 to 12 kg up to 2 liters of amniotic fluid and the placenta. The uterus expands 500 to 1000 times during pregnancy. Strong uterine contractions play a key role in childbirth. Question: What is colostrum? What is the importance of breastfeeding? Colostrum എന്നാൽ എന്ത്? ബ്രസ്റ്റ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബർത്തിന് ശേഷം ഇമീഡിയറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് യെല്ലോയിഷ് മിൽക്കാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇത് ജനിച്ച കുട്ടിക്ക് മസ്റ്റായിട്ട് ഫീഡ് ചെയ്യണം. ഇത് ആ കുട്ടിക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയാണ് നൽകുന്നത്. ബ്രസ്റ്റ് ഫീഡിങ്ങിന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കുട്ടിക്ക് ഒരു 2 വർഷം വരെയെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. 6 മാസം വരെ മസ്റ്റായിട്ടും ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. വേറെ ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല. ബ്രസ്റ്റ് മിൽക്കിൽ ആൻറ്റിബോഡീസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഇത് അലർജീസ്, ഡിസീസ്, ഇൻഫെക്ഷൻസ് എന്നൊക്കെ കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ബ്രസ്റ്റ് മിൽക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: കൊളസ്ട്രം, the light yellow milk produced immediately after birth. It is must fed to the baby. This gives the lifelong immunity to baby. Exclusive breastfeeding is recommended for the first 6 months. No other food or liquids are needed. Should continue for at least 2 years to support growth and cognitive development. Breast milk contains antibodies that protect against infections, diarrhea, respiratory diseases, and allergies. It helps to maintain body temperature and prevent dehydration. Question: What are the benefits for a mother who breastfeeds? ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മദറിന് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മദറിന് അവരുടെ യൂട്രസ് ഷ്രിങ്ക് ചെയ്യാൻ ബ്രസ്റ്റ് ഫീഡിങ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ് റെഡ്യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ബ്രസ്റ്റ് അല്ലെങ്കിൽ ഓവേറിയൻ ക്യാൻസറിനുള്ള റിസ്ക് റെഡ്യൂസ് ചെയ്യും. പിന്നെ വന്നിട്ട് കുട്ടിയുമായിട്ടുള്ള ബോണ്ടിങ് സ്ട്രെങ്ത് ചെയ്യും. അതുപോലെ വെയിറ്റ് ലോസിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Benefits of breastfeeding for mother include: helps the uterus shrink back to normal and reduces postmortem bleeding, lowers the risk of breast and ovarian cancer, supports weight loss after pregnancy, strengthens bonding with the baby, reduces the risk of osteoporosis later in life, saves time and money compared to formula feeding. Question: What are the main vaccines given to newborns? What is the time schedule for vaccination? ന്യൂബോൺസിന് കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള വാക്സിൻ എന്തൊക്കെയാണ്? ആ വാക്സിനേഷനുള്ള ടൈം ഷെഡ്യൂൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇമ്മ്യൂണിറ്റി അക്വയർ ചെയ്യാനാണ്. അപ്പോൾ ന്യൂബോണിന് കൊടുക്കുന്ന മെയിൻ വാക്സിൻസ് പറയുന്നത് BCG, അതുപോലെ DTP, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് B, റോട്ട വൈറസ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Vaccination or immunization is the best way to acquire artificial immunity. The main vaccines for a newborn and the schedule are BCG, tuberculosis protection, hepatitis B, OPV at birth, DTP 6, 10 and 14 weeks, polio, OPV 6, 10 and 14 weeks, HIB 6, 10 and 14 weeks, rotavirus 6, 10 and 14 weeks, pneumococcal PCV 6, 10 and 14 weeks. Question: What is the importance of contraceptive methods? What are the commonly used contraceptive methods available for men and women? Contraceptive methods ന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മെന്നിനും വിമണിനും അവൈലബിൾ ആയിട്ടുള്ള
കോമൺലി യൂസ്ഡ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രഗ്നൻസി തടയാനാണ്. അതുപോലെ തന്നെ ഫാമിലി പ്ലാനിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യും. ടെമ്പററി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് അല്ലെങ്കിൽ കോമൺലി യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് മെന്നിനും വിമണിനും അവൈലബിൾ ആണ്. അതിൽ കുറച്ചാണ് കോണ്ടം, അതുപോലെ പിൽസ്, അതുപോലെ സ്പെർമിസൈഡ്സ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Contraceptive are methods used to interrupt the process of pregnancy, helps in family planning, allows couples to maintain a 2 to 5 year gap between children, ensuring better maternal health and improved care for the first child. Permanent and temporary methods are available for men and women. The common contraceptive methods for men: condoms prevent sperm from entering the vagina. Spermicides destroy sperm near the cervix. Vasectomy, a permanent contraceptive method where the vas deferens are cut or tied to block the passage of sperm. The common contraceptive methods for women: oral pills interrupt ovulation. Diaphragm blocks sperm from reaching the uterus. Intrauterine devices prevent implantation. Tubectomy, a permanent contraceptive method where the oviducts are cut or tied to block the passage of ovum. Question: What tests are available to diagnose the cause of infertility? What treatments are available for infertility? ഇൻഫെർട്ടിലിറ്റിൻ്റെ കോസിനെ ഡയഗ്നോസ് ചെയ്യുന്ന അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഏതൊക്കെയാണ്? അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ പറയുന്നത് അൾട്രാ സ്കാനിങ് ടെസ്റ്റാണ്, അതുപോലെ തന്നെ ജനറ്റിക് ടെസ്റ്റ്, അതുപോലെ ഹോർമോൺ ആൻഡ് സ്പേം ടെസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് പറയുന്നത് ഒന്ന് IVF ആണ്, പിന്നെ ഒന്ന് മെഡിസിൻസുകളാണ്. അപ്പോൾ ഇതിന് ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: അവൈലബിൾ ടെസ്റ്റ് ടു ഡയഗ്നോസ് ദ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഇൻക്ലൂഡ് hormone and semen test in the laboratory, ultrasound scanning, genetic test. Available treatments include medicines, assisted reproductive technologies, that is ART, such as in vitro fertilization, IVF. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കൂ. Question: What is sexually transmitted diseases or STIs? How can sexually transmitted diseases be prevented and managed effectively? Sexually transmitted diseases അഥവാ STIs പറഞ്ഞാൽ എന്താണ്? ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എഫക്റ്റീവ്ലി ആയിട്ട് മാനേജ് ചെയ്യാം? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വന്നിട്ട് സെക്ഷൽ കോണ്ടാക്റ്റ് മൂലം ട്രാൻസ്മിറ്റ് ആവുന്ന ഡിസീസസുകളാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് കോസ് ചെയ്യുന്നത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ്, പാരാസൈറ്റ്സ് മൂലമാണ്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറയുന്നത് വാക്സിനേഷൻ എടുക്കുക എന്നാണ്. പിന്നെ വന്നിട്ട് ജെനിറ്റൽ ഹൈജീന് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ ഈ ഒരു ഡിസീസസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുമൂലം ഉണ്ടാവുന്ന മെയിനായിട്ട് ഡിസീസാണ് എയ്ഡ്സ്, HPV പോലുള്ള അസുഖങ്ങൾ. അപ്പോൾ ഇതൊന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Sexually transmitted diseases are the diseases that are mainly transmitted through sexual contact. STIs are caused by bacteria, virus, fungi, or parasites. Commonly seen STIs include AIDS, chlamydiasis, gonorrhea, syphilis,
genital herpes, human papilloma virus, that is HPV infection, hepatitis B, trichomoniasis, candidiasis. Steps to prevent and manage STI. Vaccinations for HPV and hepatitis B are available. Maintain genital hygiene to prevent infections. Seek immediate medical attention if symptoms occur. Question: How does the HPV infection leads to cervical cancer? എങ്ങനെയാണ് HPV ഇൻഫെക്ഷൻ സെർവിക്കൽ ക്യാൻസറിന് ലീഡ് ചെയ്യുന്നത്? അപ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസീസാണ് HPV പറയുന്നത്. ഇത് വന്നിട്ട് സെർവിക്കൽ ക്യാൻസറിന് ലീഡ് ചെയ്യും. അപ്പോൾ ഈ HPVൻ്റെ സിംറ്റംസ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് അതിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് പറയുന്നത് പാപ്പ് സ്മിയർ ടെസ്റ്റ് ആണ്. അതുപോലെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വാക്സിൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: HPV infection is the most commonly sexually transmitted disease, causing genital warts and cervical cancer. Lack of symptoms makes early detection of HPV difficult. Chronic infection can lead to cervical cancer if untreated. Early sexual activity increases the risk of cervical cancer. Pap smear test and vaccines help in early detection and prevention. There are vaccines that can be given up to 26 years in females and up to 21 years in males. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബാക്കിലുള്ള ലെറ്റസ് അസസ്സിലെ ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: The illustration given below shows a surgical procedure that men can adopt for contraception. അപ്പോൾ ഒരു സർജിക്കൽ പ്രൊസീജിയർ തന്നിട്ടുണ്ട്. ഇത് മെൻ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കോൺട്രാസെപ്ഷൻ മെത്തേഡാണ്. അപ്പോൾ ഇത് ഏത് മെത്തേഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ ഈ ഒരു സർജറി എങ്ങനെയാണ് കോൺട്രാസെപ്ഷൻ പോസിബിൾ ആക്കുന്നതാണ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എ, ഐഡൻറ്റിഫൈ ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് വെസക്ടോമിയാണ്. ബി, ഹൗ ഈസ് കോൺട്രാസെപ്ഷൻ പോസിബിൾ ത്രൂ ദിസ് സർജറി. അപ്പോൾ അതിൻ്റെ ആൻസർ കോൺട്രാസെപ്ഷൻ ഈസ് അച്ചീവ്ഡ് ഇൻ ദിസ് സർജറി ബൈ കട്ടിംഗ് ഓർ ടൈയിങ് ദി vas deferens, blocking the passage of sperm. Question: First breast milk, first defense. These are the words in the poster released by the Department of Women and Child Development, Government of Kerala. What is your response to the phrases in the poster? Department of Women and Child Development, Government of Kerala റിലീസ് ചെയ്ത ഒരു പോസ്റ്റർ വേർഡിങ്സ് ആണ് ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് ഫസ്റ്റ് ഡിഫെൻസ് എന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു ഫ്രേസിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ റെസ്പോൺസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. The phrase first breast milk first defense highlights that breast milk is the first and the best way to protect a newborn. It provides important nutrients and lifelong immunity to the baby. It helps to protect against infection. The message encourages mothers to breastfeed for their baby's health and protection. Question: What are the factors that reduce fertility in both men and women? മെന്നിനും വിമണിലും ഫെർട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ മെന്നിനും വിമണിലും ഫെർട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. മെന്നിൽ തന്നെയുണ്ട്, അതുപോലെ വിമണിൽ തന്നെയുണ്ട്. രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള പറയുന്നത് ആൽക്കഹോൾ കൺസപ്ഷൻ, അതുപോലെ സ്മോക്കിങ്, ഡ്രഗ്സിൻ്റെ യൂസ് എന്നിവയൊക്കെയാണ്. അതുപോലെ തന്നെ മെന്നിന് മാത്രം കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ വിമണിന് മാത്രം ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മളങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഇൻഫെർട്ടിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ കപ്പിൾ ടു കൺസീവ് നാച്ചുറലി even after 1 year from the time they decided to conceive. Major conditions leading to the infertility in male and female include male infertility, defects in sperm production, decrease in the number of sperms and their motility, certain diseases, female infertility, ovulation disorders, blockage in the fallopian tube, hormonal imbalances such as polycystic ovary syndrome, that is PCOS, both male and female, toxins, pollution,
smoking, drug abuse, consumption of alcohol, sexually transmitted infections, and the inflammation of the reproductive organs can cause infertility in both. Question. Describe the physical changes of the fetus during each trimester of pregnancy or briefly describe the progressive development of the fetus. പ്രഗ്നൻസിയുടെ ഓരോ ട്രിമസ്റ്ററിലും ഫീറ്റസിൻ്റെ ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ്സിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ഫീറ്റസ് മെയിനായിട്ട് 3 ട്രിമസ്റ്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ട്രിമസ്റ്റർ പറയുന്നത് ഫസ്റ്റ് ട്രിമസ്റ്റർ ആണ്. അതിൽ വന്നിട്ട് 1 മുതൽ 3 മാസമാണ് വരുന്നത്. സെക്കൻഡ് ട്രിമസ്റ്ററിൽ 4 മുതൽ 6 മാസമാണ് വരുന്നത്. തേർഡ് ട്രിമസ്റ്ററിൽ 7 മുതൽ 9 മാസമാണ് വരുന്നത്. അപ്പോൾ ഈ ഓരോ ട്രിമസ്റ്ററിലും ഒരു ഫീറ്റസിന് വരുന്ന ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ. The fetus development is divided into 3 phases. First trimester 1 to 3 months. The heartbeat begins. Formation of limbs, fingers and toes. Sex organs and organ systems are formed. Second trimester 4 to 6 months. Growth of hair on the head and the body. Movement of the fetus. Eyelids open, eyelashes are formed. Third trimester 7 to 9 months. Lungs attain complete growth. The body size increases. Gaining of body weight. Question. What are the chief ways to avoid sexually transmitted infection or STIs? Sexually transmitted infections അവോയ്ഡ് ചെയ്യാനുള്ള ചീഫ് വേസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതിന് അവോയ്ഡ് ചെയ്യാനുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യാനുള്ള ചീഫായിട്ടുള്ള കുറച്ച് വേസ് ഉണ്ട്. അതിൽ 1-2 വന്നിട്ട്, ഒന്ന് കോണ്ടംസ് യൂസ് ചെയ്യുക, രണ്ടാമത് വാക്സിനേഷൻ എടുക്കുക, മൂന്നാമത് ഫ്രീക്വൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ. The chief ways to avoid sexually transmitted infection, that is STIs, include usage of condoms, get vaccinated for STIs like HPV and hepatitis B, regular testing for STIs, avoid sharing needles, communicate openly about sexual health with partner. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് fill in the blanks, name the following type ക്വസ്റ്റ്യൻസുകളാണ്. Question. What is the duration of full-term pregnancy in humans? Answer. 270 to 280 days. Question. Choose the one which is used to observe the growth of the fetus. Answer. Ultrasound scan. Question. The fluid-filled sac that surrounds and protects the fetus is dash. Answer. Amnion. Question. Implantation means. Answer. Blastocyst attached to the endometrium and grows. Question. Which of the following organism reproduce by external fertilization? Answer. Amphibians. Question. Which state has the lowest maternal and child mortality rate? Answer. Kerala. Question. Access to proper nutrition, education and health care reduce dash and dash mortality rate. Answer. Maternal and infant. Question. An egg can survive up to dash after ovulation. Answer. 72 hours. Question. Sperms remain in the female body only for dash. Answer. 48 hours. Question. The sperm can fuse with the ovum only for dash. Answer. 36 hours. Question. Children acquire awareness on gender justice, discriminative power and social interactions during their dash. Answer. Adolescence. Question. A temporary structure formed after the blastocyst adheres to the uterine wall. Answer. Placenta. Question. The membrane formed from embryonic cells during the early stages of development. Answer. Amnion. Question. Dash prevents dehydration of the fetus and protects it from external shock.
Answer: amniotic fluid. Question: Dash is a counseling services to resolve mental conflicts associated with pregnancy and childbirth. Answer: Amma Manasu. Question: Dash quality of the food is more important than its quantity. Answer: nutritional. Question: Dash is a light yellow colored milk produced immediately after giving birth. Answer: colostrum. Question: Which is the best way to acquire artificial immunity? Answer: vaccination or immunization. Question: Pregnancy between 10 to 19 years is commonly called dash. Answer: teenage pregnancy. Question: The sexual assaults against those who are below 18 years come under dash in India. Answer: POSCO Act. Question: Which is the second most common disease among women in Kerala after breast cancer? Answer: cervical cancer. Question: Dash and dash reproduce through external fertilization. Answer: fish and amphibians. Question: Dash and dash reproduce through internal fertilization. Answer: reptiles and birds. Question: Fertilization is more possible from dash to dash days of the menstrual cycle. Answer: 10th to 17th. Question: Zygote is formed in the dash by the fusion of a sperm with an egg. Answer: oviduct. ടോപ്പ് ട്യൂഷൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങളുടെ പരീക്ഷയിൽ സഹായകരമാകുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.